എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. IT ക്വിസാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ്റർനെറ്റിലെ വിവര സഞ്ചയത്തെ നിയന്ത്രിക്കുന്ന സംവിധാനം. ഉത്തരം വേൾഡ് വൈഡ് വെബ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം സീമോർ ക്രേ. ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ്? ഉത്തരം ത്രിപുര. കമ്പ്യൂട്ടർ സയൻസിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും പിതാവ് എന്നറിയപ്പെടുന്ന അലൻ ട്യൂറിങ്ങിൻ്റെ ജീവചരിത്രമായ അലൻ ട്യൂറിങ് ദ എനിമ രചിച്ചതാര്? ഉത്തരം ആൻഡ്രൂ ഹോഡ്ജസ്. ആൻഡ്രോയിഡ് വേർഷൻ 15 നൽകിയിരിക്കുന്ന പേര് എന്താണ്? ഉത്തരം വാനില ഐസ്ക്രീം. ബ്ലെൻഡർ എന്ന ഓപ്പൺ സോഴ്സ് 3D ആനിമേഷൻ സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് ആര്? ഉത്തരം ടൺ റൂസെന്താൾ. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. ഉത്തരം കെ സ്മാർട്ട്. കെ സ്മാർട്ടിൻ്റെ പൂർണ്ണരൂപം കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം കെ ഫോൺ. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം. ഉത്തരം ഫിബോ. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന AI മോഡലിൻ്റെ പേര്? ഉത്തരം അറോറ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ. ഉത്തരം റേഡിയോ നെല്ലിക്ക. ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നത്? ഉത്തരം വെബി അവാർഡ്. ഇന്ത്യയുടെ സൈബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ഉത്തരം ചെന്നൈ. ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിന് പകരമായി മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച വെബ് ബ്രൗസർ ഏതാണ്? ഉത്തരം മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായി സേവ് ചെയ്യപ്പെടുന്ന ചെറിയ ഡാറ്റ ഫയലുകൾ. ഉത്തരം കുക്കീസ്. QR കോഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ക്വിക്ക് റെസ്പോൺസ് കോഡ്. മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഉത്തരം വിൻഡോസ് 11. കമ്പ്യൂട്ടറിലെ കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീകളുണ്ട്? ഉത്തരം 12. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് സേവനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഉത്തരം ICICI ബാങ്ക്. കേരള മന്ത്രിസഭയിൽ വിവര സാങ്കേതിക വിദ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? ഉത്തരം പിണറായി വിജയൻ.
ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം. കമ്പ്യൂട്ടറുകളിലെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ട് ഡിവൈസായ മൗസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഡഗ്ലസ് എംഗൽബർട്ട്. ഇന്ത്യൻ ഭാഷകൾ പിന്തുണയ്ക്കുന്ന AI ടൂളുകൾ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ് പോർട്ടൽ ഏത്? ഉത്തരം അനുവാദിനി. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 2. ഇന്ത്യ വികസിപ്പിച്ച GPS സംവിധാനം? ഉത്തരം നാവിക്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം? ഉത്തരം ഫിനാൻഷ്യൽ എക്സ്പ്രസ്. വേൾഡ് വൈഡ് വെബിൻ്റെ ആസ്ഥാനം? ഉത്തരം ജനീവ. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1995. ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ പിതാവ്? ഉത്തരം സ്റ്റീവ് ജോബ്സ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ്? ഉത്തരം ജോൺ മക്കാർത്തി. FTTH ഇതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഫൈബർ ടു ദ ഹോം. കമ്പ്യൂട്ടറുകളെ നെറ്റ്വർക്കിലൂടെയുള്ള അനധികൃത കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഫയർവാൾ. ബാങ്കിംഗ് രംഗത്ത് ഒഴിവാക്കാനാവാത്ത പദമാണ് നെഫ്റ്റ്. ഇതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ. സിമ്മിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ.